ഞങ്ങളുടെ നടുവിലപ്പാ നിന്റെ ആശ്വാസക്കാരൻ ഞങ്ങളെ കർത്താവെ ഇന്ന് പകൽ നേരവും ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം, കർത്താവെ, മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ കർത്താവെ ഹല്ലേലൂയ തേജസ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മഹത്വത്തോടുകൂടെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്തന്റെ കരുത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അല്പനേരം അപ്പാ ഇതിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങ് വഴി നടത്തണമേ, പരിപാലിക്കണം, നിലനിർത്തണമേ. കർത്താവിന്റെ വൻകരം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു കർത്തവ്യ ദിവസം കൂടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്വന്തം കർത്താവ് അനുവദിച്ചിട്ടല്ലാതെ കർത്താവിന്റെ സന്നിധി നിൽക്കുവാൻ ആർക്കും കഴിയില്ല. ഇന്ന് പകൽ നേരവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കർത്താവ് നൽകി. നമ്മുടെ ചിന്തയെ നമുക്ക് കർത്താവിന്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. അല്പനേരം വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഹല്ലേലൂയ. വിശേഷിച്ച് നമുക്ക് നേരം ശരീരത്തിൻ്റെതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ശക്തമായി നിർത്തുവാനായിട്ട് നമ്മളെ പോകുന്നതിനായി ദീർഘമാക്കുന്നു. വിശേഷിച്ച സ്തോത്രം നമുക്കിന്ന് പകൽ നേരം എൻ്റെ ഹൃദയത്തോടെ ഇടപെട്ട 2-3 വിഷയങ്ങൾ ചിന്തിക്കാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൽ 12-ാം അധ്യായം വളരെ സുദീർഘമായ ഭാഗമാണ്. കൃപാവരങ്ങളെക്കുറിച്ച്, ആത്മീക വരങ്ങളെക്കുറിച്ച്, ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് അവിടെ വ്യക്തമായി സ്തോത്രം അവിടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ സ്തോത്രം കുറിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ വളരെ ആവശ്യമാണ്. കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാകുന്നതിൻ്റെ കാരണം, ആത്മീക പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആലോചനകൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ആത്മമണ്ഡലത്തെ വിവേചിക്കണമെന്നുണ്ടെങ്കിൽ കൃപാവരങ്ങൾ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ഈ പകർന്നേരം നമ്മൾ ദൈവസന്നിധിയിലെ കൃപാവരങ്ങളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഈ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിപ്പിക്കുകയാണ്. സ്തോത്രം. അവിടെ സ്തോത്രം നമ്മൾ വായിക്കുവാനിരിക്കുന്നത് അതിൻ്റെ സ്തോത്രം 9-ാം വാക്യം മുതൽ, അല്ലെങ്കിൽ സ്തോത്രം 8 മുതൽ വായിച്ചേ. 12-ാം അധ്യായം 8-ാം വാക്യം. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 12-ാം അധ്യായം 8-ാം വാക്യം. ജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണം, കൃപാവരത്തിൽ പരമപ്രധാനമായ ഒരു കാര്യം വചനം എന്ന് പറയുന്നത് വരങ്ങളിൽ പെടുന്നതാണ്. വചനം വെറുതെ ആർക്കും ലഭിക്കത്തില്ല. പരിശുദ്ധാത്മാവ് സ്വന്തം നമ്മുടെ ഹൃദയത്തിൽ വചനം വെളിപ്പെടുത്തണം. അത് വരമുള്ളവർക്ക് മാത്രമാണ് ഈ വചനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ വചനം 2 സ്റ്റേജിലുണ്ട്. ഒന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ വചനവും, അടുത്തത് അതേ പരിശുദ്ധാത്മാവിന്റെ കൃപയും പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അടുത്തത് വേറൊരുത്തന് കണ്ടപ്പോൾ വിശ്വാസം വരമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും സ്തോത്രം, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന വരങ്ങൾ സഭയ്ക്ക് കൊടുക്കുമ്പോൾ വിശ്വാസം എന്നത് വരമാണ്. ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനങ്ങൾ സ്തോത്രം തീർച്ചയായും വിശ്വാസത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതായിരിക്കും. വിശ്വാസത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ദൈവം പകരുന്ന വിശ്വാസം എന്ന വരം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ആമേൻ. അടുത്ത് വായിച്ചേ. അതേ ആത്മാവിനാൽ ശ്രദ്ധിക്കണം, ഇവിടെ വചനം പറയുന്നതും സ്തോത്രം ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ വചനം നൽകുന്നതും വിശ്വാസത്തിന്റെ വചനം നൽകുന്നതും
സ്തോത്രം. അടുത്തത് രോഗശാന്തി നൽകുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം പകരുന്ന വിവിധ വരങ്ങളാണിത്. ആമേൻ. രോഗശാന്തി ശുശ്രൂഷ മാത്രമേ ഉള്ളൂന്ന് പറയരുത്. ഹല്ലേലൂയ. അടുത്തത് വിശ്വാസം വരമുള്ളത് കൊണ്ടാണെന്ന് മാത്രം. എല്ലാവർക്കും അറിയാവുന്ന 2 വരം, ഭൂതശാന്തി, രോഗശാന്തി. വേറൊന്നും വരങ്ങളായിട്ട് ആരും കാണാറില്ല. ആമേൻ. എന്നാൽ ഇന്ന് പകർന്നേരം മനസ്സിലാക്കണം, വരങ്ങൾ ദൈവം പകരുന്നതാണ്. വരം ലഭിച്ചവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ സ്വന്തം പങ്കാളിത്തം വഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. കാര്യം, ആത്മീക രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ആത്മീകമായതുകൊണ്ട് മാത്രമാ അതിന്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അപ്പോൾ ആത്മീക രാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്നെങ്കിൽ മാത്രമാ ആ പണി നിലനിൽക്കുന്നുള്ളൂ. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ പണിയപ്പെടുന്ന പണികളെ നിലനിൽക്കുകയുള്ളൂ. വരവില്ലാത്ത ഒരുവന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ വരവില്ലാത്ത ഒരുവനാൽ എന്തു പണിതാലും അത് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ വെന്തുപോകും. മനസ്സിലാകുന്നുണ്ടോ? തീ കൊണ്ടുള്ള ശോധനയിൽ വെന്തുപോകുന്നത് ദൈവം വരങ്ങളാൽ പകരപ്പെടാതെ സ്വന്തം ബുദ്ധി കൊണ്ട് പണിയുന്നതും, സ്വന്തം ഇച്ഛ കൊണ്ട് പണിയുന്നതും, സ്വന്തം താല്പര്യം കൊണ്ടും സ്വന്തം ജ്ഞാനം കൊണ്ടും പണിയപ്പെടുന്നതൊക്കെ തീ കൊണ്ടുള്ള ശോധനയിൽ വെന്തുപോകും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വരങ്ങൾ പ്രാപിച്ച ദൈവവൈതലിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന പണികൾ നിലനിൽക്കുന്നതായിരിക്കും. ആമേൻ. കരങ്ങൾ പ്രതിയാട്ടെ. അപ്പോൾ നമ്മൾ ദൈവസങ്ങൾ തിരിച്ചറിയണം ദൈവാത്മാവിന്റെ വരങ്ങളെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമായി പറയണം. അടുത്ത വായിച്ചേ, രോഗശാന്തിയുടെ വരം. അടുത്തത്, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, ക്രിസ്തുവിന്റെ കയ്യാൽ നടന്ന വീര്യപ്രവർത്തികൾ പോലെ ഇന്നും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വീര്യപ്രവർത്തികൾ നടക്കും. വീര്യപ്രവർത്തികൾ നടക്കുമ്പോൾ വീര്യപ്രവർത്തികൾ നടത്തപ്പെടുന്നവൻ സ്വന്തം ഒരിക്കലും പറയരുത് വചന ശുശ്രൂഷ വേസ്റ്റ് ആണെന്ന്, ജ്ഞാനത്തിന്റെ വചനം വേസ്റ്റ് ആണെന്നും, പരിജ്ഞാനത്തിന്റെ വചനം വേസ്റ്റ് ആണെന്നും. വളരെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വിശ്വാസം മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല, വീര്യപ്രവർത്തി മാത്രമാ ശരി. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെ അത് ചിന്തിക്കുവാനും പറയുവാനും പാടില്ല. കാര്യം പരിശുദ്ധാത്മാവാണ് ഓരോരുത്തർക്കും വിവിധ വരങ്ങളെ പകുത്തു കൊടുക്കുന്നതാണ്. എല്ലാവരിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഏകനായിരിക്കുമ്പോഴും അവരിൽ നിന്ന് പകരപ്പെട്ട വരങ്ങൾ വിവിധമായി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി സ്വർഗ്ഗം കരുണ ചെയ്ത ഒരുവന്റെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ. വായിച്ചാട്ട് അടുത്ത വാക്യം. അടുത്ത വരം, മറ്റൊരുവന് പ്രവചനം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രവചനം മതി, വചനം പറയണ്ട. ഒരു വഴക്ക്. അടുത്തത്, വചന ശുശ്രൂഷ ഇരിക്കുന്നവർ പറയും വചനം മാത്രം പറയും, പ്രവചനം വേണ്ട. നമ്മൾ ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ഓരോരുത്തരെ വിശ്വസ്തരെന്ന് എണ്ണി അവരെ വേലയ്ക്കാക്കുമ്പോൾ പ്രവചിക്കുന്നവൻ പറയരുത് വചനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലെന്ന്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പറയരുത് പ്രവചനവും കൃപാവരങ്ങളും പ്രവചനങ്ങളും വീര്യപ്രവർത്തികളും രോഗശാന്തി ഒന്നും വേണ്ട, വചനം മാത്രം മതി, വചനം മാത്രം മതി. മകനെ സഹോദരക്കാരൻ, കൈക്ക് 5 വിരലുണ്ട്. 5 വിരൽ, ഓരോ വിരലിനും ഓരോ ഫംഗ്ഷനാണ്, ഓരോ ഡ്യൂട്ടീസ് ആണ്, ഓരോ പൊസിഷൻസ് ആണ്. അപ്പോൾ അതതിന്റെ ലെവലിൽ വർക്ക് ചെയ്താൽ മാത്രമാ കൈ എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ കൈ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 5 വിരൽ കാണാം. അല്ലാതെ മുട്ടി പോലെ ഇരുന്നാൽ അത് കൈയല്ല. കൈയാണോ? അതെ, പക്ഷേ വിരലുകൾ വേണം. കൈയാണെങ്കിൽ വിരലുകൾ വേണം. ഇതുപോലെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വരങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഓരോ വരങ്ങൾക്കും അതതിന്റെ തലങ്ങളുണ്ട്. ഒരുവൻ മറ്റൊരുവന്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് ശാസിക്കേണ്ട കാര്യമില്ല. ഇന്ന് നടക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങളെ വേണ്ട എന്നുള്ള ഒരു സെൻസിലേക്ക് ഇന്ന് പലരും എത്തുകയാണ്. കാരണം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു അപകടം ഇതാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ്. എന്താണ് ഇത്? ഏത് ആത്മാവിലാണ് നടക്കുന്നത് എന്നുള്ള സംശയമാണ് ഇതിൻ്റെ അകത്ത് വളരെ നിഴലിക്കുന്നത്. വീര്യപ്രവർത്തികൾ, പ്രവചനങ്ങൾ, അടുത്തത് രോഗശാന്തി ശുശ്രൂഷകൾ. അപ്പോൾ ഇതിന്റെ മൂന്നിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സ്തോത്രം പല കാര്യങ്ങളും പ്രത്യക്ഷം നടക്കുന്നുണ്ട്.
പല സൗഖ്യങ്ങളും പല പ്രവർത്തികളും നടക്കുന്നുണ്ട്. പക്ഷെ അത് പരിശുദ്ധാത്മാവാണോ മറ്റൊരാത്മാവോ ആണോ എന്നുള്ളതാണ് സഭയുടെ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ വചനത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണം. കൃപ പ്രാപിച്ച വചനം പറയുന്ന വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതിന്റെ തലങ്ങളെ വിവേചിച്ച് സംസാരിക്കണം. അപ്പോൾ അവർ പറയരുത് ഒറിജിനലായിട്ട് ശരിക്കും പ്രവചനമില്ലെന്നും ആളുടെ കൃപാവരമില്ലെന്നും പറഞ്ഞെത്തരുത്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. അടുത്ത വായിച്ചേ. മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവിന് പലവിധ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ ഭാഗം എടുക്കാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച അടുത്ത വരം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു വീര്യപ്രവർത്തികൾക്ക് ശേഷം എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. പ്രവചനം കഴിഞ്ഞ് കേട്ടോ, പ്രവചനം കഴിഞ്ഞ് അടുത്ത വരം നമ്മൾ ശ്രദ്ധിക്കണം, ആത്മാക്കളുടെ വിവേചനം. ഈ വിവേചനം, ആത്മാക്കളെ വിവേചിക്കാനുള്ള കൃപ എല്ലാവരും പ്രാപിക്കണം. ഹല്ലേലൂയ. അതായത് ഈ വരുന്ന വ്യക്തി ഏത് ആത്മാവിലാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ വിവേചനം എന്നുള്ള വരം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആത്മാവിന്റെ വിവേചനം എന്നുള്ളത് അല്ലേ. അടുത്തത് വായിക്കുന്ന എന്താണ്? മറ്റൊരുവന് ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. കണ്ടോ, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പൊ ഇതെല്ലാം സഭയ്ക്കകത്ത് കാണണം. ഇതൊക്കെയും സഭയ്ക്കകത്ത് കാണണം. പ്രവചനം മാത്രമല്ല വരങ്ങൾ, രോഗശാന്തി മാത്രമല്ല വരങ്ങൾ, വീര്യപ്രവർത്തികൾ മാത്രമല്ല വരങ്ങൾ, വിശ്വാസം മാത്രമല്ല, എല്ലാ ശുശ്രൂഷകളും വിശേഷിച്ച ആത്മാക്കളുടെ വിവേചനം ക്ലിയറായിട്ട് ജീവിതങ്ങൾ പ്രാപിച്ചിരിക്കണം. ഏത് ആത്മാവിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്, ഏത് ആത്മാവിലാണ് നടക്കുന്നതെന്ന് വിവേചിക്കുവാനുള്ള കൃപ പ്രാപിച്ചെടുക്കണം. അപ്പോൾ ആത്മാക്കളെ വിവേചിച്ചെടുക്കുന്നെങ്കിൽ മാത്രമാണ് ഇത് ദുഷ്ടാത്മാവാണോ പരിശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ദുഷ്ടാത്മാവ് ലോകത്തിന്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, അധർമ്മത്തിന്റെ മർമ്മം, ഇങ്ങനെ പല പേരിൽ അറിയുന്ന വ്യാജത്തിന്റെ ആത്മാവ്, ഭോഷ്കിന്റെ ആത്മാവ്, സ്തോത്രം, ഹല്ലേലൂയ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, ഇതെല്ലാം ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രൻ എന്ന് പറയുവാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയാൻ ഒരു പാടുമില്ല, എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ ദൈവപുത്രനായി അല്ലെങ്കിൽ ദൈവപുത്രൻ സ്തോത്രം പാപത്തിന്റെ പരിഹാരത്തിന് ജഡത്തിൽ വെളിപ്പെടുവാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, മനുഷ്യർ ഭാവികളാന്ന് പറഞ്ഞ് മാത്രം ജനര് നിർത്തും. സ്തോത്രം, ആളെ എന്നാൽ വീണ്ടെടുക്കേണ്ടതിന് പിതാവിന്റെ സന്നിധിയിൽ ആളെ കുറ്റമറ്റവരെ നിഷ്കളങ്കരുമായി തീരണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ ശിക്ഷ മറ്റൊരുവൻ വഹിച്ച് അവൻ ആ ശിക്ഷ ഏൽക്കുന്നെങ്കിൽ ആർക്ക് വേണ്ടി അവൻ കഷ്ടമേൽക്കുന്നു, ആർക്ക് വേണ്ടി അവൻ പീഡനമേൽക്കുന്നു, അവരിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷ മാർഗ നിമിത്തം അവർ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അതിന്റെ വ്യത്യാസം. ആമേൻ. മറ്റൊരു ആത്മാവിന് ഒരിക്കലും ഇത് അറിയത്തില്ല. അവർ ലോകത്തിന്റെ ആത്മാവായിരിക്കും. അവർക്ക് വചനം എപ്പോഴും തുറന്നു നോക്കിയാൽ അത് ഒരിക്കലും മനസ്സിലാകാത്ത കുറെ അക്ഷരങ്ങളും കുറെ വാക്കുകളുമായിട്ട് തിരുവെഴുത്ത് ചിലർക്ക് ഇരിക്കുന്നത് ശ്രദ്ധിക്കണം. അവർക്കത് വെളിപ്പെടുന്നില്ല, വചനം അവർക്ക് വെളിപ്പെടുന്നില്ല, അവർക്കത് മറവായിട്ടിരിക്കുകയാണ്. കാരണം എന്നാ, അവരിൽ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ലോകത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് മാത്രമാ ഈ വചനം വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. കാരണം പരിശുദ്ധാത്മാവാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. അനേകരെ ഉപയോഗിച്ച് ഈ വചനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അതേ പരിശുദ്ധാത്മാവ് വസിച്ചാൽ മാത്രമാ വചനത്തിന്റെ പൊരുൾ വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഒത്തിരി അടുത്ത് പലരിലും വചനത്തിന്റെ മർമ്മങ്ങളോ അതിന്റെ പൊരുകളോ വെളിപ്പെടുവാൻ കഴിയത്തില്ല. വചന ശുശ്രൂഷ ചെയ്യുന്നവരുടെ എപ്പോഴും എതിർപ്പ്, വളരെ പകയും വൈരാഗ്യങ്ങളും വിരോധവും വെച്ചു പുലർത്തുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, അവനിൽ ഇരിക്കുന്ന ആത്മാവ് തിരുവെഴുത്ത് എഴുതിയ ആത്മാവ് അല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാ, മറ്റേ ആത്മാവ് ബോധം ഇല്ലാത്ത ആത്മാവാ.
ഹല്ലേലൂയ. ഇത് പറയേണ്ട കാര്യം എന്നാണെന്നറിയും. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു ഭാഗമുണ്ട്. നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കിതിന്റെ ഫൗണ്ടേഷൻ ഇട്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഭാഗം നമുക്ക് വരങ്ങൾ ഇനി ഏതെങ്കിലും വായിക്കാനുണ്ടോ? നോക്കിയേ. മറ്റൊരുവന് അതേ ആത്മാവിൽ രോഗശാന്തികളുടെ വരം, 10-ാം വാക്യത്തിലും മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരു പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരു പലവിധ ഭാഷകൾ, മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം. 11-ാം വാക്യം വായിച്ചേ. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അതായത് പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, ദൈവം ഓരോരുത്തർക്ക് പകുത്തു കൊടുത്തിട്ടുണ്ട് വരങ്ങൾ. അവരെ അതാത് സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. അത് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലാതെ വരം പ്രാപിച്ചവരല്ല, മനുഷ്യനല്ല തീരുമാനിക്കുന്നത്. ഞാൻ ഇന്ന് രോഗശാന്തി ശുശ്രൂഷ ചെയ്തേക്കാം, ഇന്ന് ഞാൻ ഭൂതശാന്തി ശുശ്രൂഷ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇന്ന് മറ്റൊരു കാര്യം നമുക്ക് ചെയ്തേക്കാം എന്ന് ആർക്കും സ്വയമായിട്ട് പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിയത്തില്ല. പറയാൻ കഴിഞ്ഞേക്കാം, പക്ഷേ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ മറ്റൊരു ആത്മാവിനാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സ്വതം പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ഇടപെടുള്ളൂ. ആരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയില്ല. എന്നാൽ മറ്റൊരാത്മാവിന്റെ പ്രത്യേകത, അവർ അഹങ്കാരത്തോടെ, തന്നിഷ്ടത്തോടെ, ശാഠ്യത്തോടെ, മറുതലിപ്പോടെ, മത്സരത്തോടെ ഇതെല്ലാം പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ സ്തോത്രം അതിൽ പകർന്നിരിക്കുന്ന കൃപകൾ അതാത് സമയത്ത് ദൈവരാജ്യത്തിൻ്റെയും ദൈവസഭയുടെയും കെട്ടുപണിക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണ്. അവനവൻ്റെ താല്പര്യം അതിനകത്ത് നടക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മളിത് വായിക്കുമ്പോൾ, നമ്മൾ ഇന്ന് വായിച്ച ആ ഭാഗത്തേക്ക് യോഹന്നാൻ എഴുതിയ ലേഖനം, സ്തോത്രം, ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. അതിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ വരങ്ങൾ വെച്ച് ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കയറും. എന്നാൽ അതിനു മുമ്പ് നമുക്ക് യോഹന്നാൻ എഴുതിയ ആ ലേഖനം, 1-ാം ലേഖനം, ഹല്ലേലൂയ ഹല്ലേലൂയ, 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 1-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. അവിടെ പറയുന്ന കാര്യം എന്താണ്? കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക്. കണ്ടപ്പോൾ കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അനേക വ്യക്തികളായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ആമേൻ. ഒരു വ്യക്തിയായിട്ടല്ല, അനേക വ്യക്തികളായിട്ടാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഒരു വ്യക്തിയല്ല. അപ്പോൾ അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും. അപ്പൊ അവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, കള്ളപ്രവാചകന്മാർ അവിടെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതൊരു വ്യക്തിയല്ല, അനേക വ്യക്തികളാണ്. അതായത് ഒരാത്മാവിനാൽ സ്തോത്രം പലരിൽ ഒരാത്മാവ് പ്രവർത്തിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ ആത്മാവ് അനേകരിൽ ദൈവത്തിന് കീഴ്പ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള സ്തോത്രം ചുവടുകളെ വയ്ക്കുവാൻ അവരെ നിർബന്ധിക്കുന്നു. അതാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ, അടുത്തത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ. അപ്പോൾ ശ്രദ്ധിക്കണം, കൈയടിക്കുന്നിടത്ത് ഓടിപ്പോയി സ്തോത്രം പറഞ്ഞുകൊണ്ട് കൂടരുത്. എല്ലാവരും പ്രസംഗിക്കും, ഓ കർത്താവിന്റെ നാമം മഹത്വമാണല്ലോ എന്ന് വിചാരിച്ച് പുറകെ പോയി നിൽക്കരുത്. നിന്റെ ഇന്ന് ഉയർത്തുവാൻ പോവുകയാണ്, നിന്റെ അവസ്ഥകൾ മാറ്റുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇത് വന്നിരിക്കുന്നത് നിന്റെ അവസ്ഥകളെ സ്വന്തം മാറ്റേണ്ടതിനാണെന്നൊരുത്തം പറഞ്ഞാൽ
മനസ്സിലാക്കണം. അത് ഏത് ആത്മാവാണെന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാ? അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് വരങ്ങളാകുന്ന ആത്മാവിന്റെ വിവേചനം പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ പ്രാപിക്കുന്ന വരമാണ് ആത്മാക്കളെ വിവേചിക്കുക. അപ്പൊ ആത്മാക്കളെ വിവേചിക്കുന്ന ഒരുവന് മാത്രമായി യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ എന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ശുശ്രൂഷയും അംഗീകരിക്കാനല്ല, ഇത് ഏത് ആത്മാവാണെന്ന് വളരെ ശ്രദ്ധിച്ചോണം. കാര്യം സത്യം പ്രസംഗിക്കാത്തവർ പുൽപ്പിറ്റി കയറി അവന്റെ വാ തുറക്കുമ്പോഴേ നമ്മളിലിരിക്കുന്ന ആത്മാവ് വേദനിക്കാനും ഭാരപ്പെടാനും തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോണം ഇവൻ ഏത് ആത്മാവിലാ നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെ ആത്മാവിനെ വിവേചിക്കുവാൻ നമ്മൾ കൃപ പ്രാപിച്ചിരിക്കണം. നമുക്ക് ചിലരോട് അമർഷമുണ്ട്, അതുകൊണ്ട് അവൻ ചെയ്യുന്നതൊന്നും ശരിയല്ല. എനിക്ക് ചിലരെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ ശുശ്രൂഷിച്ചാൽ അത് മറ്റൊരാത്മാവ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചിലരങ്ങനെയുണ്ട്, പുറമേയുള്ള വൈരാഗ്യ വിദ്വേഷം വെച്ചിട്ട് അവരോട് പരസ്യമായ എതിർപ്പും നിരോധനം ഏർപ്പെടുത്തുന്ന സ്വഭാവമുണ്ട്. അത് പാപ സ്വഭാവമാണ്. എന്നാൽ മനസ്സിലാക്കണം, ഇതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിലേക്ക് അനേക കള്ളപ്രവാചകന്മാർ മനസ്സിലാക്കണം. ഒറിജിനൽ ദൈവസന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം കള്ളപ്രവാചകന്മാരെന്ന് വിളിക്കുന്ന ഒരു പൊതു സ്വഭാവം ഇന്ന് അനേകരിൽ വ്യാപരിക്കുന്നുണ്ട്. ആ സ്പിരിറ്റ് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒറിജിനൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വ്യാജം പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് കളത്തെ മുഷിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വാക്യം വളരെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ. ശ്രദ്ധിക്കണം, ഏത് ആത്മാവിനെയും. ആദ്യം നീ പ്രസംഗം കേൾക്കുകയോ വരികയോ ശുശ്രൂഷ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ നീ അത് വിശ്വസിക്കാതെ ഇരിക്കണമെന്നേ, കുഴപ്പമില്ലെന്നേ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ശുശ്രൂഷയ്ക്കകത്ത് ഒരുവൻ ചെന്നാൽ ഉടനെ അതിന് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ആളെ ഒരു തൊഴി അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ പുൽപ്പിറ്റിൽ നിന്ന ദൈവദാസന്മാരാന്ന് അങ്ങ് അംഗീകരിച്ചോ. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ആവശ്യമില്ല. യോഹന്നാനോട് ചോദിച്ചപ്പോൾ എന്റെ ആവശ്യമില്ലെന്ന് പറയും. കാര്യം അവനിലിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കിയിട്ടേ അതിന്റെ മാന്യത കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആളെ വഷളിനെ നിന്ദനായിട്ട് എണ്ണണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ തന്നെ യഹോഭക്തന്മാരെ ബഹുമാനിക്കുമെന്നും പറയുന്നുണ്ട്. ഈ വഷളിനെ നിന്ദനായിട്ട് എണ്ണണമെന്നുണ്ടെങ്കിൽ വിവേചനവരം പ്രാപിക്കണം. ആത്മാക്കളെ വിവേചിക്കാൻ പഠിച്ചാൽ മാത്രമാ ഹല്ലേലൂയ വഷളനെ നിന്ദനായി എണ്ണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ ഇതിനാൽ അറിയാം. എങ്ങനെ അറിയാം? വായിച്ചോ. ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഭാഷ ഞാൻ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ആരാധിക്കാൻ നേരത്ത് കൈയടിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം പറയുന്നു, എല്ലാം അംഗീകരിക്കുന്ന ചിലരുണ്ട്. അവരോട് സ്നാനപ്പെടാൻ പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷേ അവൻ കൈയടിക്കാനുണ്ട്, അന്യഭാഷ പറയും. അത് മറ്റൊരാത്മാവാണ്. അടുത്തത് സ്തോത്രം. നിങ്ങൾ സ്തോത്രം വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം, ദൈവമുഖത്തേക്ക് നോക്കണം. അതുകൊണ്ട് പഴയ വഴികളെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് വരണമെന്ന് പറയുമ്പോൾ ഇവര് പറയും, ഞാൻ നിങ്ങളോട് കൂടെ പാട്ട് പാടാൻ ആരാധിക്കാനും ഇല്ലെന്ന്. മനസ്സിലാക്കിക്കോണം, അത് മറ്റൊരാത്മാവാണ്. ചിലർക്ക് പാപ സ്വഭാവം വിട്ടുകളയാൻ കഴിയത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും അവരാ പാപ സ്വഭാവത്തിൽ തുടരുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരണം. അപ്പൊ അവര് പറയും, ഇല്ല, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ വചനം കേൾക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, ഇത് മാറേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞത് മറ്റൊരാത്മാവാണ്. അപ്പോൾ ഉപദേശത്തെ നമ്മളറിയാം. പെന്തക്കോസ്ത് നമ്മൾ 7 അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ആ 7 അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ 7 കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ മനസ്സില്ലാതെ വേറെ വഴിയിലൂടെ പോകുകയും അവൻ ആ വ്യക്തിയിലൂടെ ഈ പറയപ്പെടുന്ന ശുശ്രൂഷകൾ വെളിപ്പെടുകയും ചെയ്താൽ മനസ്സിലാക്കിക്കോണം, അത് പരിശുദ്ധാത്മാവല്ല.
അത് പരിശുദ്ധാത്മാവല്ല. നമ്മുടെ ഈ നാളുകളിലെ പ്രശ്നം ഏത് ആത്മാവിലാണ് ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്, ഈ വ്യക്തികൾ ഏത് ആത്മാവിലാണ് നടക്കുന്നത്, ഇതാണ് തിരിച്ചറിയേണ്ടത്. അനേകർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് കാരണം ആത്മാക്കളെ വിവേചിച്ചുള്ള വരമില്ലാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ വരമാകുന്ന ആത്മാക്കളെ വിവേചിക്കുവാനുള്ള കൃപ പ്രാപിച്ച് ഏതൊരു വ്യക്തിയെ വിവേചിച്ച് മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുമ്പോ കൂടെ സ്തോത്രം പറയുന്നവരെല്ലാം പരിശുദ്ധാത്മാവാന്ന് വിചാരിക്കരുത്. സ്വന്തം നമ്മൾ ആരാധിക്കുമ്പോ കൂടെ ഇരുന്നുകൊണ്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയും കൂടെ പാടുകയും ചെയ്യുന്നവനെല്ലാം പരിശുദ്ധാത്മാവിനാന്ന് പറയരുത്. നമ്മളൊരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അടുത്തത് പ്രസംഗിക്കാൻ വരുന്നവരും പരിശുദ്ധാത്മാവിനാന്ന് നമ്മൾ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്, നമ്മൾ വായിച്ച വാക്യം എന്താണ് ഇവിടെ പറയുന്നത്? ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ, കണ്ടോ, വിശ്വസിക്കാതെ ഉടനെ അങ്ങോട്ട് അവനെ അംഗീകരിക്കരുത്. നമ്മളെ വിവേചിച്ചു മനസ്സിലാക്കണം. ഈ വ്യക്തി ദൈവത്തിന്റെ ആത്മാവിലാണോ, ഇത് ദൈവാത്മാവാണോ ഈ വ്യക്തിയില്? പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടല്ലേ. അവന്റെ വായിൽ അന്യഭാഷ കേട്ടോണ്ടോ, അവൻ ചെയ്യുന്ന ശുശ്രൂഷയോ പാട്ടോ കേട്ടോണ്ടോ, തുള്ളലും ചാട്ടവും കണ്ടോണ്ടോ അവനെ അംഗീകരിക്കാൻ പോകരുത്. അത് മറ്റൊരു ആത്മാവാണത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും അവന്റെ കുറവുകളെ തിരുത്താൻ അവൻ തയ്യാറാകത്തില്ല. കാര്യം അവൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നതിന് ഒരു തെളിവെന്നാണെന്നറിയാമോ? അവൻ ക്രിസ്തുവിന്റെ ഉപദേശത്തിനും കർത്താവിന്റെ വചനത്തിനും കീഴ്പ്പെടുന്നതിന് പകരം ആ വ്യക്തി തന്നെ ഒരു ദൈവ രൂപത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ഭാവം നടിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അവൻ തന്നെ ഒരു ആരാധന വിഷയമായിട്ട് കയറി വരും. പാസ്റ്റർമാർ ഒരു ആരാധന വിഷയമായിട്ട് വന്നാൽ മനസ്സിലാക്കിക്കോണം, അവൻ അതിനെ തിരുത്താതെ അതിൽ തന്നെ തുടർന്നാൽ അവനിൽ ഇരിക്കുന്നത് മറ്റൊരാത്മാവാണ്. അവൻ തന്നെ അവൻ സ്തുതികളും അവൻ മനുഷ്യന്റെ സ്തുതികൾ കേൾക്കുന്ന ഒരു സ്വഭാവമുള്ളവനാണ് ഒരു പാസ്റ്ററെങ്കിൽ ആ വ്യക്തിയിൽ ഇരിക്കുന്നത് മറ്റൊരാത്മാവാണ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അവൻ പറയുന്നതാണ് അവസാന വാക്ക്. വചനത്തിലെല്ലാം അവന്റെ വായിലെ വാക്കുകൾ തന്നെയാണെന്ന് വിചാരിച്ചു വചനത്തിലേക്ക് തിരിയാതെ മനുഷ്യരിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, വചനത്തിലേക്ക് തിരിയാതെ പാസ്റ്റർമാരിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, അത് മറ്റൊരാത്മാവാണ്. ഈ നാടുകളിൽ സഭയ്ക്കകത്ത് വേണ്ടത് പരിശുദ്ധാത്മാവാണോ, സ്തോത്രം, എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണോ എന്നുള്ളത്, കള്ളപ്രവാചകനിൽ വ്യാപരിക്കുന്ന ഭോഷ്കിന്റെ ആത്മാവാണോ ഉള്ളത്, ഇത് തിരിച്ചറിയാനാണ് സഭ ഇന്നത്തെ സഭയ്ക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടത് വിവേചനപരമാണ്. പരിശുദ്ധാത്മാവിൽ വിവേചിക്കണം, ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവാണോ. ചിലർ ദ്രവ്യാഗ്രഹം കയറിയിട്ട് വായിൽ നിന്ന് വരുന്നതെല്ലാം ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറയുകയാണ്. എപ്പോഴും എന്തൊരു ചെയ്താലും അവന്റെ കയ്യിൽ പണം വരുവാൻ എങ്ങനെ എന്റെ വായിലെ വാക്കുകൾ ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്ന ശാപയോഗ്യന്മാരുണ്ട്. അവരിൽ ശാപമായി നിലനിർത്തുന്നത് മറ്റൊരാത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചിലര് ഹല്ലേലൂയ അവർ പറയുന്നത്, ഞാൻ വചനത്തിന്റെ മുമ്പിൽ വരുമ്പോ പെട്ടെന്ന് എന്നിൽ ആത്മാവ് ഇടപെടുന്നത്, എന്നിൽ പെട്ടെന്ന് ദൈവത്തിന്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വന്നു എന്ന് അവന്റെ വാഗൊണ്ട് പറയും. എന്നിട്ട് പറയുന്നത് മുഴുവനും ഭൗതിക നന്മകളെ കുറിച്ച് പറയുകയാണ്, ഭൗതിക ഉയർച്ചകളും. എന്നിട്ട് ജനത്തോട് പറയുകയാണ്, നിങ്ങളത് വിശ്വാസത്താൽ കണ്ടേ എന്ന് പറഞ്ഞ് അവരെ മോഹം അവരുടെ ഹൃദയത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹൃദയത്തിലേക്ക് മോഹം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവര് പറയുന്നത് ഞാൻ പറയാൻ വന്നൊന്നും പറയാൻ പറ്റിയില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മറ്റൊരു റിലം വെളിപ്പെട്ടെന്ന്. പോടാ, നിന്നിൽ കയറിയിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ഇടപെടുന്നത്, മറ്റൊരു ആത്മാവാണ്. എന്നാൽ മനസ്സിലാക്കണം, അനേക വ്യക്തികളും അനേക ജീവിതങ്ങളും ഈ മറ്റൊരു ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കിടപ്പുണ്ട്. അനേക കുടുംബങ്ങൾ മറ്റൊരു ആത്മാവിനാൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവത്തിലേക്ക് വരുന്നുണ്ട്, എന്നാൽ ഇതുവരെ കാണാത്ത പ്രതിസന്ധി വരികയാണ്. അപ്പോൾ ചിന്തിക്കുക, പ്രതിസന്ധി രണ്ടവസ്ഥയുണ്ട്. ദൈവകൃപയിൽ ഇരിക്കുന്നവനെ ദൈവ ശോധന ചെയ്യേണ്ടതിന്, നല്ല പൊന്നായി തീരേണ്ടതിന് പരിശോധന എടുത്തു വരുന്നത്. എന്നാൽ ഒരു ഉപദേശമില്ലാത്ത സഭയിൽ പോകുന്നവന് പോരാട്ടം വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയാവോ?
ഒരു ഉപദേശം ഇല്ലാത്ത സഭയിൽ പോകുന്നവനും പോരാട്ടം വരുന്നുണ്ട്. അതെങ്ങനെയാ? അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ആത്മാവ് നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മാവ് നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിക്കുന്നത് ദൈവം നിന്നെ പരിശോധിക്കുക അല്ലവേ അല്ല, അത് സാത്താന്റെ ശക്തിയാണ്. കാര്യം അവൻ ഉപദേശത്തിൽ നിൽക്കാത്തത് കൊണ്ട് ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഉപദേശത്തിലേക്ക് വരുന്നവരെ രക്ഷിക്കാനേ ദൈവത്തിന് കഴിയത്തുള്ളൂ. മനസ്സിലാകോ? സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നീ വ്യാജം അറിയുകയും വ്യാജം നിന്നെ ബന്ധിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ സത്യം അറിയും, സത്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുമ്പോൾ മറുവശത്ത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് കയറി കഴിയുമ്പോൾ ആ ആത്മാവ് നിന്നെ ബന്ധിക്കുകയും നിനക്ക് സ്വന്തം അടിമത്തം വരുത്തുകയും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എന്നത് മനസ്സിലാകുന്നില്ല. ചിലര് വിശ്വാസത്തിൽ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശ്വാസത്തിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് വരുവാൻ, ആത്മീകമായൊരു വളർച്ച വരുവാൻ കഴിയാതെ അനേകർ ബന്ധിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴോ ഈ വ്യാജത്തിന്റെ ശക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വ്യാജത്തിന്റെ ശക്തിക്ക് പ്രാധാന്യം കൊടുത്ത് അവിടെ കുടുങ്ങിയിരിക്കുകയാണ് അനേകര്. അവർക്കത് മനസ്സിലാകുന്നില്ല. വായിച്ചേ, ഞാൻ ഈ പറയുന്ന വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആ അധ്യായത്തിൽ തന്നെ 2-3 വാക്യങ്ങൾ താഴെ വരുമ്പോൾ നമ്മളിപ്പോൾ വായിച്ചല്ലോ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് എന്ന് നമ്മൾ വായിച്ചു. നമുക്കത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് താഴോട്ടിറങ്ങി മറ്റൊരു ഭാഗം വായിക്കണം. നമ്മൾ 3-ാം വാക്യം 2 വായിച്ചു. 3-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അത് വായിച്ച് 3-ഉം 4-ഉം വായിച്ചു. അതിന് ശേഷം നമ്മൾ 5-ാം വാക്യം, 3-ഉം 4 കഴിഞ്ഞ് 5-ാം വാക്യം വായിക്കണം. വായിച്ചേ. അല്ല, 3-ഉം 4-ഉം വായിക്കാൻ പറഞ്ഞു. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അപ്പോൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിലല്ലേ ഈ വ്യാജ സംഘടനകളെല്ലാം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെ നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത്? അവിടെയാണ് ചലഞ്ച് നിൽക്കുന്നത്. വ്യാജം പ്രവർത്തിക്കുന്നവരുടെ ഇടയിലാണ് നമ്മളും നിൽക്കുന്നത്, അവരും നിൽക്കുന്നത്. അവരും യേശുവിന്റെ നാമത്തിൽ, നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അവരും പറഞ്ഞു ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും, നമ്മളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. പിന്നെ എന്താണ് ഇതിന്റെ വ്യത്യാസം? അത് വേറെ ആത്മാവ്, നാം പരിശുദ്ധാത്മാവിന്റെ കീഴിൽ. ഈ മറ്റൊരു ആത്മാവുണ്ട്, അത് അനേകർക്ക് അറിയത്തില്ല, അനേകർക്ക് പ്രശ്നമില്ല. അനേകർ വിശ്വസിക്കുന്നത് സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റൽ ലെവലിൽ എവിടെ നിൽക്കാന്നാണ്. പെന്തക്കോസ്റ്റൽ ലെവൽ എവിടെയെങ്കിലും നിന്നാ പോരെ എന്നാണ് പറയുന്നത്. പക്ഷെ പ്രശ്നം എവിടാന്നറിയാമോ? ആത്മാവ് ഏതാണെന്നുള്ളത് നിനക്ക് പ്രശ്നമല്ല, പക്ഷെ ദൈവത്തിന് പ്രശ്നം നീ ഏത് ഏത് ആത്മാവിന്റെ പിന്നിലാണ് നീ പോകുന്നത് എന്നാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ വിഷയം. നമ്മൾ ചിന്തിക്കുന്നത് എവിടെയും കയറിയിരുന്ന അതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ പറയുക. നമ്മൾ ചാപ്പയടിക്കുക, മകനെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നിന്റെ കുടുംബം തീർന്നു പോകും. ഒരു മാറ്റവും ഇല്ല അതില്ല. ഈ കാര്യം മനസ്സിലാക്കണം. അപ്പൊ എല്ലാരും യേശുവിന്റെ നാമത്തിലല്ലേ? അവരും പറയും ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട, വി ആർ ഓൾസോ പ്രീച്ചിങ് ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്നാണ് അവരും ലേബൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്താ ഇതിന്റെ നടുവിലെ വ്യത്യാസം? ആത്മാക്കൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ദൈവത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. അടുത്തത് ഇത് ആര് ഏതിന് കീഴിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആര് ഏതിന്റെ കീഴിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത്. വായിച്ചേ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ, അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ സഭയെ ഉപദേശിക്കുമ്പോൾ ഇതിനെ പ്രതീക്ഷിച്ചിരിക്കാൻ തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്. ഇത് പ്രതീക്ഷിച്ചിരിക്കണം. അയ്യോ, അല്ലാതെ ഇതൊന്നും വരാതെ ഇരിക്കുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം. നീ എവിടുന്നാ പഠിച്ചതൊക്കെ? നീ പോരാട്ടത്തിലാണ്, നീ പോർക്കളത്തിലാണ്. മറ്റൊരാത്മാവ് വരും. ആ ആത്മാവിനാൽ ചലിക്കുന്നവർ ഇതേ ക്രൂശിന്റെ വചനമൊന്നും പറഞ്ഞ് എടുത്തോണ്ട് വരും. എന്നാൽ അവന്റെ ആത്മാവ് വേറെയാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ നീ വരങ്ങൾ പ്രാപിച്ചിരിക്കണം.
വരങ്ങൾ പ്രാപിച്ചിരിക്കണം. ഈ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, ഈ എതിർ ക്രിസ്തുവിന്റെ വ്യാജത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ ഒരിക്കലും പ്രസംഗിക്കത്തില്ല വിവേചനവരം പ്രാപിക്കണമെന്ന്. അവർ ചത്താലും വായിന്ന് വരുന്നില്ല. കാരണം എന്താണ്? വിവേചനവരം പ്രാപിച്ചാൽ ഇവൻ ഉൾപ്പെടെയുള്ളത് പുറത്തു വരും. അതാണ് പ്രശ്നം. വിവേചനവരം പ്രാപിക്കാൻ സത്യത്തിന്റെ ആത്മാവിനാൽ പ്രസംഗിക്കുന്നവർ മാത്രമേ പറയത്തുള്ളൂ. മനസ്സിലായി? അതാണ് അതിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നടത്തപ്പെടുന്നവർ മാത്രമാ പ്രസംഗിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതും. നീ വിവേചന വരം പ്രാപിക്കണം, ആത്മാക്കളെ വിവേചിക്കാനുള്ള കൃപ പ്രാപിക്കണമെന്ന് സത്യവചനത്തിനും സത്യാത്മാവിനും കീഴിലിരിക്കുന്നവർ മാത്രം ആഹ്വാനം ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരത് ചെയ്യത്തില്ല. ആലലേ വായിച്ച അടുത്തത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു. കണ്ടോ, നിങ്ങൾ അപ്പോൾ ലോകത്തിലുണ്ട്. നമ്മൾ പോയി പ്രാർത്ഥിച്ചാലൊന്നും അത് പോകില്ല. അല്ലല്ലേ? ചിലർക്ക് അങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചൊന്നും പോകില്ല. അത് വർദ്ധിക്കും. അനേകർ അതിലേക്ക് ആകർഷിച്ചു വരും. ലോകർ അതിലേക്കാണ് ആകർഷിച്ചു വരുന്നത്. എന്നാൽ പാപി മാനസാന്തരപ്പെട്ടു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ കീഴിലേക്കാണ്. ലോകത്തിൽ മോഹങ്ങളിൽ ഇരിക്കുന്നവർ ആകർഷിക്കുന്ന ആ ആത്മാവിന്റെ കീഴിലേക്കാണ്. കാര്യം സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന എന്നാണെന്നറിയാമോ? സത്യം അന്വേഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കാനാണ് ഈ ആത്മാവിനെ കൂടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. സത്യത്തിന്റെ ആത്മാവിന്റെ കീഴിൽ വരുന്നവർ ഈ സത്യം അന്വേഷിച്ച് ദൈവകൃപയിലേക്ക് വരുവാനിടയായി തീരും. മറ്റുള്ളവരെല്ലാം അടിച്ച് കൂടുകുടുക്കി എങ്ങോട്ട് കയറും അറിയാം? മറ്റൊരു ആത്മാവിന്റെ കീഴിലേക്ക് കയറും. ഇത് സ്വർഗത്തിലെ ദൈവം തന്നെ വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. വായിച്ച അടുത്ത് നിങ്ങൾ ദൈവത്തിൽ നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച് പുത്രനെ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് നമ്മൾ പറയണം, നാം കർത്താവിനുള്ളവരാണ്. അപ്പൊ പറയുന്ന അപ്പുറമുള്ള അപ്പുറത്തിരിക്കുന്ന അതേ ഉപദേശക്കാർ ഇതിനെ പറയുന്നുണ്ട്, ഞങ്ങളും കർത്താവിനുള്ളവരാണ്. അടുത്ത വാക്യമാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിന്റെ ആത്മാവിനെ തമ്മിൽ വേർതിരിക്കുന്നത്. വായിച്ചേ. നമ്മൾ അവരെ ജയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. കണ്ടോ, ഇവിടെയാണ് വിഷയം നിൽക്കുന്നത്. അവർ ലൗകികന്മാരായകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ആത്മീകർക്ക് ലോകത്തിന് വേണ്ടി കരുതാൻ ആത്മീകൻ തയ്യാറല്ല. ആത്മികൻ ലോകത്തിലെ മോഹത്തിന് വേണ്ടി പ്രസംഗിക്കാനും അതിന്റെ പിന്നാലെ ഓടാനും അതിനെ ഉയർത്തിപ്പിടിക്കുന്നവരുടെ വ്യാജ പ്രസംഗത്തിന് കൈയടിക്കാൻ ആത്മീകനെ കിട്ടത്തില്ല. അവിടെയാണ് തീരുന്നത്. മറ്റുള്ളവൻ അങ്ങനെയല്ല. കാരണം എന്നാന്നറിയോ? ആത്മീകരുടെ എണ്ണം ചുരുക്കമാണ്. മനസ്സിൽ സത്യം അന്വേഷിക്കുന്നവരുടെ എണ്ണം ചുരുക്കമാ. സത്യത്തിലേക്ക് വരുന്നവരുടെ എണ്ണം ചുരുക്കമാ. പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവകൃപയിലേക്ക് വരുന്നവരുടെ എണ്ണം ചുരുക്കമാണ്. എന്നാൽ ഭൂരിപക്ഷം ഏതാണെന്നറിയാമോ? ലോകത്തിൽ തോറ്റുപോയവർ, ലോകമോഹത്താൽ മലിനപ്പെട്ടവർ, ആളലിയസ്തോത്രം മുമ്പേ ആളലിയസ്തോത്രം അവരുടെ ശുദ്ധീകരണം മറന്നവർ, ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർ, പരിശുദ്ധാത്മാവിൽ പ്രാഗൽഭ്യമില്ലാത്തവർ, ആ ലോകമോഹ ഹൃദയത്തിൽ നിന്ന് വിടാതെ വേദവസ്തുവായിട്ട് നടക്കുന്നവരൊക്കെ മറ്റേ കാറ്റഗറി പെട്ടിരിക്കുന്നു. അവിടെ വലിയ ജനസമൂഹമുണ്ട്. അവരൊരു സ്വരത്തിൽ പറയും, ഞങ്ങളാണ് മഗതിയാം ബാബിലോൺ. അതാണ് പ്രത്യേകത. നമ്മൾ എണ്ണത്തിൽ ചുരുക്കമാണ്. മനസ്സിലാകുന്നുണ്ട്? ഇത് ഈ സിസ്റ്റം ഭൂമിയിലുണ്ട്. ഇത് നമ്മൾക്ക് മാറ്റാൻ കഴിയത്തില്ല. നമ്മളൊരു 100 പേരെ പിടിച്ചോണ്ട് വന്നാൽ അതിൻ്റെ അകത്തൊരു 2 or 3 പേരാണ് ശരിയായി ദൈവത്തെ അന്വേഷിക്കുന്നത്. ആ കർത്താവിന്റെ മുഖം നോക്കി അവനെ അനുഗമിക്കുന്നത് അത്രയേ ഉള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷാരം വീട് കിട്ടും, വണ്ടി കിട്ടും, വിസ കിട്ടും, ആളെ ജോലി കിട്ടും, ആളെ സ്ഥിതിഗതികൾ മാറും, മക്കളെല്ലാം കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ എല്ലായിടത്തും പോയി സെറ്റിലാകും എന്ന് പറയുന്ന അതിന്റെ പുറകെ പോകുന്ന ആത്മാവാണ്. അവർ ലൗകികമായത് സംസാരിക്കും. ഏത് വാക്യം എടുത്തിട്ടും അത് ലോകത്തിലെ ഭൗതിക അനുഗ്രഹമാണ്, സമൃദ്ധിയാണ്. ആ എല്ലാ വാക്യത്തിന്റെ പൊരുളെന്ന് പറയുന്ന ആത്മാവാണ് മറ്റൊരാത്മാവ്. അത് ഒത്തിരി പാസ്റ്റർമാരുണ്ട്. വായിച്ചേ. അവർ ലൗകികന്മാരാകയാൽ കണ്ടോ, അവരുടെ വാക്കുണ്ടാവും ലോകത്തിലൂടെ നടക്കുന്നത്. ലോകത്തിന്റെ സുഖങ്ങളും മോഹങ്ങളും നടക്കുന്നത്. തൊലിപ്പുറത്തുള്ള സുഖത്തിന് അവര് പ്രാധാന്യം ഏറെയാണ്.
ഏത് വചനമെടുത്തും തൊലിപ്പുറത്തുള്ള ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നിൽക്കും. അവര് കൃപയിലിരിക്കുന്നവരെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കൃപയിലിരിക്കുന്നവരെ ആക്ഷേപിക്കുന്ന എങ്ങനെയാണെന്ന് ഇവർക്ക് ബോധമില്ലാത്തവർ, തിരിച്ചറിവില്ലാത്ത പൊട്ടന്മാർ, ഇങ്ങനെയൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരിലിരിക്കുന്ന ആത്മാവ് അവർക്ക് ലോകസുഖം കൊടുക്കും. പിശാച് കർത്താവിന് ഓഫർ ചെയ്തെങ്കിൽ ഈ പൊട്ടന്മാർക്കാണ് കിട്ടാത്തത്. കർത്താവിനോട് എന്നാ പറഞ്ഞേ, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് അന്ന് കർത്താവിനെ ലിറ്ററലായിട്ട് കുമ്പിടാൻ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ ഇന്ന് അനേകർ അവന്റെ അതേ ആത്മാവ് അനേകരുടെ ഹൃദയത്തിലിരിക്കുക. ആ ആത്മാവിനാണ് അനേകർ നടക്കുന്നത്. ആ ആത്മാവാണ് അനേകർ ഉപദേശിക്കുന്നത്. അവരുടെ ഉപദേശത്തിൽ ഏറ്റവും വലിയത് സ്തോത്രം വീണുപോയവൻ ഉയരത്തിലുണ്ട്, അവൻ ഭൂമിയിൽ എന്തും നിനക്ക് തരും, അവനെ നീ ഹല്ലേലൂയ തിരിച്ചറിയേണ്ടതിന് അവനെ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം മതി. ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടത് ഈ ലോകവും ഇതിന്റെ മോഹവും മലിനപ്പെട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്ന് പാപ മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ വിശുദ്ധനാക്കി ലോക സ്നേഹവും ലോകമോഹത്തിന് കീഴിൽ ഒരിക്കലും അവന്റെ മനസ്സും അവന്റെ ജീവിതവും പോകാതെ അവനെ സൂക്ഷിക്കേണ്ടതിനാണ് ദൈവപുത്രനെ ലോകത്തിലേക്ക് സ്വർഗ്ഗ പിതാവ് വിട്ടത്. പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വീണ്ടും ലോകസുഖം കൊടുക്കാമെന്ന് അവർ പ്രസംഗിക്കത്തില്ല. കാര്യം അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ പ്രത്യേകത എന്നാണെന്നറിയാം. എൻ്റെ പ്രത്യേകത എനിക്ക് പറയാം. ഞാൻ എന്നെ കർത്താവ് വീണ്ടെടുക്കേണ്ടതിന് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രത്യാശ വേണം കേട്ടോ. ഹല്ലേലൂയ വേണം കേട്ടോ. പറയുമ്പോൾ ഒരു ഭയങ്കര മരച്ച അനുഭവം മാറണം കേട്ടോ. അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം. വായിച്ചേ. ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കാൻ, ലോകം കേൾക്കുന്നത് നമ്മുടെ വാക്ക് കേൾക്കൂല. കേൾക്കുവോ? ലോകം അങ്ങനെയൊന്നും നമ്മുടെ വാക്ക് കേൾക്കൂല. അതേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ഈ ലോകം നശിക്കാൻ പോവുകയാണ്, ഈ ലോകത്തിലെ മോഹങ്ങളെല്ലാം പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു, നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. നമ്മെ കർത്താവ് പാപത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ക്രിസ്തുവിനായിട്ട് ജീവിക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം അവന്റെ മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ലോകക്കാരനും വരത്തില്ല. വരുവോ? അപ്പൊ പറയാം, അപ്പുറം ചെന്നാൽ അതല്ല പ്രസംഗിക്കുന്നത്. നീ വന്നാൽ ഏതു വാക്യത്തിന്റെ അർത്ഥവും ഈ ലോകത്തിൽ നിന്നെ ഉന്നതനാക്കാൻ വേണ്ടിയാണ്. നിന്റെ ഈ കഷ്ടങ്ങളെല്ലാം കണ്ടിട്ട് നിന്റെ കണ്ണുനീര് കണ്ട് നിന്നെ രക്ഷിക്കാനല്ലേ പിന്നെ ദൈവം എന്തിനാടാ തന്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു. ഇതാണ് മറ്റൊരു സുവിശേഷം. ഇത് ഒത്തിരി കേട്ടിട്ടുണ്ട്, ഞാനും ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എന്നാൽ സത്യവചനം അങ്ങനെയല്ല. നിങ്ങൾ ലോകക്കാരല്ല, ലോകക്കാർ അവരുടെ വാക്ക് കേൾക്കുന്നു. അവർ ലൗകികമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇത് യോഹന്നാൻ രക്ഷിക്കപ്പെടുന്ന ദൈവകൃപയിൽ ഇരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരോട് പറയുക, വലിയൊരു കൂട്ടം അവരുടെ വാക്ക് കേട്ട് പോകുന്നത് യോഹന്നാനും കൂട്ടരും കണ്ടോണ്ടായിരിക്കുന്നത്. അവർ സഭയല്ല, ക്രിസ്തുവിന്റെ സഭയല്ല. അവർ വായിച്ചേ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിന്റെ കരസ്പർശമേറ്റവരാ. ഉപദേശം അനുസരിക്കാമെന്ന് പറഞ്ഞ് പാപത്തെ വിട്ട് നീതിക്കായിട്ട് അവരെ തന്നെ സമർപ്പിക്കുന്നവർ മാത്രമാണ് യോഹന്നാന്റെ വാക്ക് കേൾക്കുകയുള്ളൂ. യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ ദൈവത്തിനുള്ളവരാണ്, ദൈവത്തിനുള്ളവർ മാത്രമേ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുള്ളൂ. നമ്മുടെ വാക്ക് കേൾക്കുന്നവരാരാ? ദൈവത്തിൽ നിന്നുള്ളവരെ നമ്മുടെ വാക്ക് കേൾക്കുന്നു. വായിച്ചേ. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അതായത് ഒരുവൻ രക്ഷ പ്രാപിക്കുവാൻ പിതാവിന്റെ ആകർഷണ വലയിലിരിക്കുന്ന ഒരുവൻ മാത്രമാണ് സത്യവചനത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം സത്യവാ, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുന്നില്ല, ആരും കാണുകയില്ല. അപ്പൊ ആ ആകർഷണത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? സ്വതം അവൻ പിതാവിനാൽ ആകർഷിക്കുമ്പോൾ ലോകമോഹത്തിൽ നിന്ന് അവൻ വികർഷിക്കും. മറ്റൊരാത്മാവിൽ ഇരിക്കുന്നവൻ ലോകത്തിന്റെ മോഹത്തിൽ ആകർഷിച്ചിട്ട് ദൈവത്തിന്റെ സ്നേഹത്തോട് വികർഷിക്കും, ദൈവത്തിന്റെ പ്രമാണങ്ങളോട് വികർഷിക്കും, ദൈവത്തിന്റെ സ്വന്തം കാര്യപരിപാടിയോട് വികർഷിക്കും.
അവൻ ദൈവത്തെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം അവന്റെ എല്ലാ താല്പര്യങ്ങളും ലോകത്തിലെ എല്ലാ മോഹങ്ങളും നടത്തിയെടുക്കുന്ന ഒരുവനായിട്ടാണ്. അതല്ലവേ അല്ല, നമ്മുടെ കർത്താവ് അതല്ല. വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും. മനസ്സിലാക്കണേ, രണ്ട് ആത്മാവിനെ ഇപ്പൊ നമ്മളിവിടെ കണ്ടു അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് സത്യത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് സത്യത്തിന്റെ ആത്മാവ്. കണ്ടോ, രണ്ട് ആത്മാവുണ്ട്. ഇത് ആത്മാവിനെ വിവേചിക്കുവാൻ പ്രാപ്തിയുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. വഞ്ചനയുടെ ആത്മാവുണ്ട്. ഇതുവരെ സ്നാനപ്പെട്ടിട്ടും നിന്നെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തു എന്നുള്ളത് ഇതുവരെ നിന്റെ മനസാക്ഷിക്ക് വെളിപ്പെടുവാൻ കഴിയുന്നില്ല. അവനും പാടുന്നു, അവനും അന്യഭാഷ പറയുന്നു, അവനും സ്തോത്രം ചെയ്യുന്നു, അവനും ട്രാക്ട് കൊടുക്കുന്നു. അവൻ പറയുന്നത് നീ രക്ഷിക്കപ്പെട്ടു വാ, സ്നാനപ്പെട്ട് ഞങ്ങളുടെ സഭയെ വാ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതാണ് മറ്റൊരു സുവിശേഷം. അത് വചനമല്ല, അത് സത്യത്തിന്റെ ആത്മാവല്ല, അത് വഞ്ചനയുടെ ആത്മാവാണ്. വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. സത്യത്തിന്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും ഇതിനാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മറ്റൊന്നുകൊണ്ടും നമുക്ക് മനസ്സിലാകത്തില്ല. ലോകമോഹത്തെ കുറിച്ച് പറയുക. നമ്മൾ ഒരുവരോട് സുവിശേഷം പറയുമ്പോ ആളെ പിതാവിന്റെ ആകർഷണമുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചിട്ട് ഇത് സത്യമെന്ന് കണ്ട് സ്വന്തം മാനസാന്തരപ്പെട്ട് പാപത്തെ വിട്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാകും. അവന് ദൈവം ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിയണമേ, ചെറിയ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ വലിയൊരു സമൂഹം കൂടത്തില്ല. ചെറിയൊരു ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ വലിയൊരു ആട്ടിൻകൂട്ടം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ അത് കൂട്ടമേ ഉള്ളൂ. അവര് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിലും സ്തോത്രം ആരും വിളിക്കപ്പെട്ടിട്ടില്ല. വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ലോകത്തോട് എതിർത്ത് നിൽക്കുവായിരുന്നു. ആമേൻ. അവർ ലോകത്തോട് എതിർത്ത് നിൽക്കുവായിരുന്നു. ലോകമോഹം ഒഴിഞ്ഞു പോകുവാൻ പ്രസംഗിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുമായിരുന്നു. ഭൂമിയിൽ ഒരു സ്നേഹമോ ഒരു കരുതലോ അല്ല, ദൈവത്തിനാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ പിതാവ് നിന്നോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. ആ സ്നേഹത്തെ കവിയുന്ന ഒരു സ്നേഹവും കരുതലും ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല, ഒരു പാസ്റ്റർമാർക്കുമില്ല, ഒരു പ്രവാചകന്മാർക്കും. വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കണം, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അടുത്ത സീറ്റിലിരിക്കുന്ന എന്റെ സഹോദരന്റെ കവിളത്തൊരു ഉമ്മയൊക്കെ കൊടുത്ത് വിശുദ്ധ ഉമ്മനെ കൊടുത്തുണ്ട്, ബ്രദറേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാണോ? അനേകർ ചെയ്യുന്നത് അതാണ്. പക്ഷെ അതാണോ ഈ വചനത്തിൽ പറയുന്ന ആ വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. വായിച്ചേ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അന്യോന്യം സ്നേഹിക്കുന്നത്? എനിക്ക് വില തന്നവൻ ഈ ലോകത്തെ വർജിച്ചിട്ട് എന്നെ രക്ഷിക്കുവാൻ പിതാവെന്നിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ. ലോകത്തെ വർജിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പുത്രന്റെ സ്നേഹത്തെ നൽകിയപ്പോൾ എന്നെ രക്ഷിച്ചതുപോലെ ലോകത്തെ വർജിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടു വന്ന മറ്റൊരു സഹോദരനും തിരിച്ചറിയാൻ സാധിക്കും. എന്നെയും അവനെയും തെരഞ്ഞെടുത്തത് സ്വർഗത്തിലെ പിതാവാണ്. കാര്യം പുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. പ്ലസ് എന്തും കൂടെ ഉണ്ടെന്ന് അറിയാമോ? നമ്മോടുള്ള ആഹ്വാനം ലോകത്തെ സ്നേഹിക്കരുത്. എൻ്റെ സഹോദരൻ ലോകത്തെ സ്നേഹിക്കുന്നില്ല, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹത്തെയാണ് സ്നേഹമെന്ന് ദൈവത്തിന് വചനം പറയുന്നത്. കാര്യം ഒരേ തട്ടിൽ ഉള്ളവർക്ക് മാത്രമാ തമ്മിൽ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ തട്ടിൽ നിന്ന് ഉയരത്തിലോ താഴെയോ ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം ഗ്രഹിക്കണമേ, തിരിച്ചറിയണമേ. ഇവിടെ യോഹന്നാൻ പറയുന്ന സ്നേഹം എന്താണ്? നാം ലോകക്കാരല്ല, ലോകത്തെ സ്നേഹിക്കുന്നില്ല, ലോകത്തെ വർജിച്ചിരിക്കുകയാൽ നമ്മെ ദൈവം സ്നേഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം ലോക സ്നേഹത്തിലേക്കല്ല പോകുന്നത്.
നമ്മെ വീണ്ടെടുത്ത ആ വലിയ സ്നേഹത്തെ നമ്മൾ കാണുവാൻ ഇടയായിത്തീരുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരുവിധ വഞ്ചനയുമില്ല, യാതൊരുവിധ ചതികളുമില്ല. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? ഇതേ കൃപയിലേക്ക് വരുന്നവരെ ഞാൻ ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല, അവനോടൊന്നും ഞാൻ കവർന്നു കളയുന്നില്ലെന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ? വായിച്ചേ. സ്നേഹിക്കുക. കാരണം എന്നാ? ഈ സ്നേഹത്തിലാണ്, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ് പുത്രന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് സഭകളുടെ അകത്ത് സ്നേഹമില്ലാത്തൊരു കാര്യം, ഏതൊക്കെയോ മാലിന്യങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. ലോകമോഹത്താൽ ബന്ധിക്കപ്പെട്ട ചിലരുടെ നാവുകൾ അനേകരെ ഭിന്നിപ്പിച്ചിട്ടുണ്ട്. അയച്ചാട്ടെ. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം പിതാവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വരുന്നു. മനസ്സിലാക്കണം, അത് ഇറോസ് അല്ല, ഫിലേയോ അല്ല, അഗാപ്പയാണ്. ഏത് സ്നേഹമാ? ഇറോസ് അല്ലേ? എന്താണ് ഇറോട്ടിക് എന്നുള്ള പദമൊക്കെ വരുന്നത് ഇറോസിൽ നിന്നാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ വരുന്ന ലൈംഗികമായിട്ടുള്ള ആകർഷണത്തിൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നായി തീരുവാൻ ഹൃദയത്തിൽ വെളിപ്പെടുന്ന സ്നേഹത്തെ ഇറോസ് എന്നാണ് പറയുന്നത്, അതല്ല പറയുന്നത്. അടുത്ത ഫിലിയോ. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടോ അപ്പന് കുഞ്ഞിനോടോ തോന്നുന്ന സ്നേഹം ഫിലിയോ. ഇത് രണ്ടുമല്ല, ദൈവത്തിന്റെ സ്നേഹം അഗാപ്പയാണ്. എന്താണ് അഗാപ്പേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നെ വീണ്ടെടുക്കേണ്ടതിന് കാൽവറി കൊലമരത്തിൽ തകർക്കപ്പെട്ടു, തൂക്കപ്പെട്ടു, മരണം ആസ്വദിച്ചവൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചിരിക്കുക, എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് അവൻ തന്റെ ശരീരത്താൽ തന്റെ കഷ്ടാനുഭവങ്ങളാൽ നീക്കിക്കളയുകയും മായ്ച്ചു കളയുകയും എനിക്ക് നേരെ എഴുന്നേൽക്കുവാൻ ഇരിക്കുന്ന മരണവാശങ്ങളെയും പാതാളവാശങ്ങളെയും അതിന്റെ താക്കോലുകളെയും പിടിച്ചെടുത്ത പുത്രനാകുന്ന യേശു ക്രിസ്തു എന്നോട് കരുണ തോന്നി എന്റെ അകൃത്യം വഹിച്ചവൻ മരിച്ചു. ഞാൻ ബോധ്യമില്ലാതിരുന്നപ്പോൾ, തിരിച്ചറിവില്ലാതിരുന്നപ്പോൾ എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു. എന്നെ രക്ഷിക്കേണ്ടതിന് സകല മഹത്വങ്ങളും വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. അങ്ങനെ അവന്റെ മേൽ നമ്മുടെ അകൃത്യങ്ങളെ പിതാവായ ദൈവം ചുമത്തി പുത്രനോ സകലത്തിനും കഷ്ടം അനുഭവിച്ചവൻ തകർക്കപ്പെട്ടു. ഒരു ഭീഷണി വാക്കുപോലും പറയാതെ പുത്രന്റെ മേൽ ചുമത്തിയ ക്രൂശ് വേണ്ടെന്ന് നിഷേധിക്കാതെ പാനപാത്രം മാറ്റിക്കളയാതെ എനിക്കും നിനക്കും വേണ്ടി കഷ്ടം ആസ്വദിച്ചവനാണ് ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു. ഇതെല്ലാം ചെയ്തവന്റെ ഹൃദയത്തിലുള്ളതിന്റെ പേരാണ് അഗാപ്പേ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ആ അഗാപ്പയാണ്, ആ സ്നേഹത്തിലാണ് എന്നെ വീണ്ടെടുത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്, എന്നെ വീണ്ടെടുത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവന്റെ സ്നേഹത്തിന്റെ മാതൃകയാണ് എന്റെ ഹൃദയത്തിലെങ്കിൽ വീണ്ടെടുക്കപ്പെടുന്നവർ തമ്മിൽ വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണം ഉളവാക്കപ്പെട്ട സ്നേഹത്തിന്റെ പ്രമാണം ഇന്ന് പകൽ നേരം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ ഇടവരുത്തുകയാണ്. വായിച്ചാട്ടെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ ഏതാണ് ഈ അഗാപ്പയുടെ കാര്യമാണ് പറയുന്നത്. കാരണം ലോകത്തിന്റെ വിഷയം, ലോകത്തെ സ്നേഹിക്കരുത്, ലോകകാര്യം പറയരുത്, ലോകത്തിലെ വിഷയം പറഞ്ഞുകൊണ്ട് ഇനി മേലാ പുൽപ്പിറ്റ് കയറെന്ന് പറയുമ്പോൾ അടിയും ബഹളവും ഉണ്ടായി ഭിന്നിച്ചു പോകുമ്പോൾ മനസ്സിലാക്കിക്കോണം, അവൻ ദൈവത്തിൽ നിന്നുള്ളതല്ല. ലോകത്തിന്റെ സുഖങ്ങളും മോഹങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന ഒരുവനാണെന്നുണ്ടെങ്കിൽ അവനോട് ഇനി ഇതിന്റെ പുറകെ പോകാനല്ല പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രസംഗിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് ഭൂമിയിൽ വേണ്ടത് ദൈവം തരും. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവപുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ലോകം മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഓഫറില്ലേ, അത് കൊടുക്കാൻ വേണ്ടിയല്ല. അവനത് പറഞ്ഞുകൊണ്ട് നടക്കണം. ആയുസ് മുഴുവനും, ഒരായുസ് മുഴുവൻ അത് ചിന്തിച്ചോണ്ട് നടക്കണം. ഒരായുസ് മുഴുവൻ അത് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കണം. അതിൽ നീ മനസ്സും നിന്റെ കണ്ണുകളും ദൃഷ്ടികളും അത് ഉറപ്പിച്ചുകൊണ്ട് സ്വപ്നം കാണുന്നവനായി തീരണം. ഇതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ലോകമോഹം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ?
ഹല്ലേലൂയ. എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. പറയുന്നവൻ അങ്ങ് വളർന്നു പോയി. കാര്യം എന്നാ? ഈ ലോകമോഹം പ്രസംഗിച്ചു കഴിയുമ്പോൾ ജഡത്തിന്റെ വിലയിൽ നിമിത്തം ലോകത്തിൽ അതിലെ മാലിന്യങ്ങളിൽ തോറ്റുപോയവരിത് കേൾക്കുമ്പോഴല്ലോ എന്നാ ഉള്ളത് കൊടുത്തിട്ടാണ്. ഇപ്പൊ ഉള്ളത് നീ കൊടുത്തിട്ട് വേണം നീ അങ്ങോട്ട് പോകാൻ. കഴിഞ്ഞ ദിവസം എന്താ പറയുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടിക അല്ലേ പുറപ്പെടുവിച്ചു. അനിൽ അംബാനി വീണ്ടും കയറി വന്നു. പിന്നെ കയറി വന്ന വ്യക്തി ആരാ? നമ്മുടെ കേരളത്തിൽ ആരായിരുന്നു? സ്വത്രം യൂസഫ് അലി കയറി വന്നു. അതിൻ്റെ അകത്ത് ഒരു ബന്ധക്കോസുകാരനും ഇല്ല, ഒരു ബന്ധക്കോസുകാരനുമില്ല, ഒരു തങ്കുമില്ല, ഒരു താരുമില്ല, ഒരു തോമസ് കുട്ടിയില്ല, ഒരു അനി ജോർജും ഇല്ല, ടിനു ജോർജും ഇല്ല, ഒരുത്തനും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരുത്തൻ ജോൺ ജബരാജ് വലിയൊരു കള്ളനെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഹല്ലേലൂയ. എന്തു മനസ്സിലായി? സ്വർഗത്തിലൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഹല്ലേലൂയ. സ്വർഗത്തിലൊരു ദൈവം ഉണ്ട്. കള്ളന്മാരെല്ലാം അകത്തു പോകും. ഒരു മനസ്സിലില്ല. കള്ളന്മാരെല്ലാം അകത്തു പോകും. കള്ളന്മാരകത്ത് പോകണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. വായിച്ചേ, അടുത്ത വായിച്ചേ. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇന്നലെ എടുത്ത ഭാഗം 2 അധ്യായങ്ങൾ, 2 അധ്യായം 3 അധ്യായം എന്നത് സഭകളെ കുറിച്ചുള്ള ദൂതാണ്. അതിൽ നമ്മൾ ഇന്ന് പ്രധാനമായി എടുത്ത വിഷയം ഇതായിരുന്നു: ആത്മാക്കളെ വിവേചിക്കുക അല്ലേ? അവൻ ദൈവത്തിൽ നിന്നുള്ളത്, ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് വിവേചിക്കണം. ഇത് സംഭവിച്ചില്ലെങ്കിലുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ 2-3 വാക്യം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2 അധ്യായം അതിന്റെ സ്തോത്രം 1 മുതൽ വായിച്ചോ. 2:1 മുതൽ വായിച്ചോ. എഫെസോസ് സഭയെക്കുറിച്ച്. സഭയുടെ ദൂതൻ എഴുതുക: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. മതി. വാക്യത്തില് എഫെസോസ് സഭയോട് പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ക്രിസ്തു സഭയെ കാണുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ 2-ാം വാക്യം എന്താ വായിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, 3 കാര്യത്തെ കുറിച്ചുകൂടെ പറയുകയാണ്. അപ്പോൾ അടുത്തത് ശ്രദ്ധിക്കണം. ഇവിടെ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. സഹിക്കാൻ, അപ്പൊ നോക്കി, സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, സഹി കെട്ടുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചോ? ഇത് ശ്രദ്ധിച്ചോ? കൊള്ളാത്തവരെ ഓടിച്ചു വിടുകയല്ല. ലോകത്തിലെ സംഘടനയ്ക്കകത്ത് കൊള്ളരുതാത്തവർ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന 7 നിലവിളക്കുകളുടെ നടുവിൽ ശോഭാപൂർണനായി നിൽക്കുന്ന കർത്താവ്, ആ ഓരോ വിളക്ക് ഓരോ സഭയാണ് അല്ലേ? അപ്പോൾ അതിന്റെ നടുവിൽ അവിടെ വായിക്കുന്ന അതെന്നാ ഓരോ സഭയ്ക്കും 7 നക്ഷത്രം വലങ്കൈ പിടിച്ചിട്ട് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനും. അപ്പോൾ ആ ഓരോ സഭയ്ക്കും ഓരോ ദൂതനുണ്ട്. അപ്പോൾ ആ ദൂതനെ അവിടെ ആക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ആ ദൂതനെ അവിടെ ആക്കുന്നതിന് കാര്യം? ഇതിന്റെ നടുവിൽ ഒറിജിനൽ സൂക്ഷിക്കപ്പെടണം. കർത്താവിന്റെ പദ്ധതി ശ്രദ്ധിക്കണം. സഭയ്ക്കകത്ത് ആർക്കാ രക്ഷയുള്ളതെന്നറിയാവോ? സത്യത്തിന് വേണ്ടി നിൽക്കുന്നവന് മാത്രമേ രക്ഷയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് ഈ കേൾക്കുന്നത്. എന്താണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ? ഓക്കെ, അതുണ്ട് നമുക്കതിന്റെ സ്വത്രം, അതിന്റെ 12 സ്വത്രം അതിന്റെ 13 മുതൽ വായിച്ചേ. 1-ന്റെ 13, 2-ന്റെ അല്ല, 1-ന്റെ 13 ഇപ്പുറത്ത് സ്വത്രം എന്നോട് സംസാരിച്ച നാദവൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു.
അവന്റെ തലയും ആ. തലമുടിയും ആ. വെളുത്ത പഞ്ഞി പോലെ ആ. ഹിമത്തോളം വെള്ളയും ആ. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും ആ. കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും ആ. അവന്റെ ശബ്ദം ആ. പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. ആമേൻ. ആ. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ആ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ പോലെ കാൽക്കൽ വീണു. വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. 19-20 നീ കണ്ടതും ആ. ഇപ്പോൾ ഉള്ളതും ആ. ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട ആ. 7 നക്ഷത്രത്തിന്റെ മർമ്മവും ആ. 7 പൊൻനിലവിളക്കിന്റെ വിവരവും ആ. എഴുതുക. ശ്രദ്ധിക്കണം, ഇവിടെ പറയപ്പെടുന്ന വിഷയം ശ്രദ്ധിക്കണം. 7 സഭകളോട് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. 7 നക്ഷത്രത്തിന്റെ 7 നക്ഷത്രം എന്താണ്, 7 നിലവിളക്ക് എന്താണ്. ഇനി ശ്രദ്ധിക്കണം, അടുത്ത വാക്ക് പറയുന്നത് 7 നക്ഷത്രം 7 സഭകളാണ്. 7 സഭകളാണ്. അതിൽ ആദ്യത്തെ സഭ ഒരു സഭയാണ് എഫെസോസ്. ആദ്യത്തെ സഭയെന്നില്ല, 7 എണ്ണത്തിൽ ഒരെണ്ണം. ആമേൻ, സ്തോത്രം. അപ്പൊ 7 സഭകളിൽ ഒന്നാകുന്ന എഫെസോസിന്റെ കാര്യം പറയുകയാണ്. അപ്പൊ അടുത്തത് ശ്രദ്ധിക്കണം, 7 നിലവിളക്ക് 7 സഭകളുമാകുന്നു. അടുത്തത് 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അപ്പോ ഈ ഭൂമിയിൽ ദൈവം ഒരു സഭ സ്ഥാപില്ലെങ്കിൽ ഒരു സംഘടന, എഫെസോസിൽ ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയുടെ നടുവിൽ എന്തുണ്ട്, ഒരു ദൂതനുണ്ട്. അങ്ങനെയെങ്കിൽ ALTC നമ്മൾ ഇത്രയും പേരെ വന്നിരിക്കുന്നെങ്കിൽ ഇതിന്റെ നടുവിൽ ഒരു ദൂതനുണ്ട്. ആ ദൂതനാണ് ഇതിന്റെ നടുവിൽ കർത്താവ് സാക്ഷ്യമാക്കിയിരിക്കുന്നത്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആലോചന പ്രകാരം ആരംഭിച്ച് ദർശനപ്രകാരം ആരംഭിച്ച സഭയാണെങ്കിൽ അതിന്റെ നടുവിൽ ദൈവം അയച്ച ദൈവത്തിന്റെ ദൂതനുണ്ട്. ദൈവത്തിന്റെ ദൂതനുണ്ട്. ഈ തൊടുപുഴയിലെ വെങ്ങലിൽ നമ്മൾ ഈ സഭയിൽ ഇരിക്കുമ്പോൾ ഇവിടെ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൂതൻ ഇവിടെയുണ്ട്. അത് കർത്താവിന്റെ ദൂതനാണ്, ഇവിടെ നിൽക്കുകയാണ്. അല്ലേ? നമ്മൾ പറയുന്ന കാര്യം ദൂതനും കേട്ടോണ്ടായിരിക്കുന്നത്. ദൂതൻ ഇപ്പോൾ നമ്മൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത്, ദൂതൻ ഇപ്പോൾ നമ്മളെ കുറിച്ച് കാണുക. നമ്മളിപ്പോൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, ഇവിടെ ഒരു ദൂതൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ദൂതന് പറയുന്നു. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി, ഇനി വായിക്കുക, എഫെസോസിന്റെ സഭയുടെ കാര്യം വായിക്കുക. 2:1 വായിക്കുക. ഇത് മനസ്സിലാക്കണം. ഇപ്പൊ എഫെസോസിന്റെ നടുവിൽ ഒരു ദൂതനുണ്ട്. അല്ലാതെ അവിടെ ആരും എംറ്റി അല്ല, അവിടെ ശൂന്യമല്ല. കുറച്ചു പേര് മാത്രമെന്ന് അവിടെ ഇരുന്ന് എന്തോ കണ്ട് അന്താളിച്ച് മേടിച്ചിരിക്കുക അല്ല. അതിന്റെ നടുവിൽ ഒരു ദൂതനുണ്ട്. നമ്മൾ തന്നെയല്ല ഇവിടെ, മനസ്സിലാക്കിക്കണം. ആ, വായിച്ചോ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 പൊൻനിലവിളക്കുകളുടെ 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന. അപ്പൊ ശ്രദ്ധിക്കണം, കർത്താവ് ഇവിടെ നടക്കുന്നുണ്ട്. കർത്താവ് നടക്കുമ്പോൾ ഇവിടെ ആരുണ്ട്? ദൈവത്തിന്റെ ദൂതനുമുണ്ട്. ALTCയിൽ ഒരു ദൂതനെ കർത്താവ് ആക്കിയിട്ടുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽ നേരം ഇതിന്റെ നടുവിൽ നടക്കുന്നുണ്ട്. കർത്താവ് ഇവിടെ ഉണ്ടെന്നുള്ളത് ദൂതൻ സാക്ഷി. കർത്താവ് ഇവിടെ ഇറങ്ങി വരുന്നു, ഈ ദൂതൻ ഇവിടെ എന്നേക്കും ഉണ്ട് എന്നുള്ളതും വചനം സാക്ഷി. മനസ്സിലാകുന്നുണ്ടോ? ഇത് തിരിച്ചറിയണം. അടുത്തത് വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഇതാരാ കണ്ടേ? ഇത് ദൂതൻ സാക്ഷി. ഇവിടെ വന്ന് സീറ്റിലിരുന്ന് ഓരോരുത്തരും ചെയ്തത് ദൂതൻ സാക്ഷി. ഇവിടെ ഇരുന്ന് പറഞ്ഞതോരോന്നും ദൂതൻ സാക്ഷി.
ഇവിടെ നമ്മെ ഉപദ്രവിച്ചതും നമുക്ക് സഹിച്ചുകൂടാതെ ശുശ്രൂഷയിലായിരിക്കുന്ന വിൻസെന്റ് സഹിക്കാൻ കഴിയാൻ നിന്നതും ദൂതൻ സാക്ഷി. മനസ്സിലായോ? വിത്ത് എവിഡൻസ്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആര് പറയും? ദൂതൻ കർത്താവിന്റെ സന്നിധിയിൽ പറയും. നമ്മളിവിടെ ഭാരപ്പെട്ടിരുന്നു. ഇതിന് നേരെ പുറത്തുനിന്ന് വന്ന പോരാട്ടങ്ങൾ വന്നപ്പോൾ ദൂതൻ സാക്ഷി. എനിക്ക് നല്ല കൃപയിൽ ഞാൻ ബലപ്പെട്ടു വരികയാണ്. ദൂതൻ സാക്ഷി. ഇത് കണ്ണോണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ദൂതൻ ഇവിടെ സാക്ഷ്യം വഹിക്കുക. അടുത്തത് ശ്രദ്ധിക്കണം. ഈ പറയുന്നതിന്റെ കാരണം തന്നെ ഇന്ന് എന്തുകൊണ്ടാ ആത്മാക്കളെ വിവേചിക്കണമെന്ന് പറഞ്ഞു. ആത്മാക്കളെ വിവേചിക്കാൻ കൃപ ലഭിച്ചവരോട് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, സ്തോത്രം, വിളക്ക് 7 സഭയാകുന്നു അല്ലേ? അതിന്റെ നടുവിൽ സ്തോത്രം, അതിന്റെ നടുവിൽ ആരാണ്? സ്തോത്രം, നക്ഷത്രമായി വരുന്നത് ആരാണ്? ഒരു ദൂതനാണ്. 7 നക്ഷത്രം, 7 ദൂതന്മാരാണ്, 7 നിലവിളക്കുകള്, 7 സഭകളാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ഇവിടെയുണ്ട്. 2019 മുതൽ ഇവിടെയുണ്ട്. നമ്മുടെ ആത്മീക നിലവാരം എണ്ണിക്കൊണ്ട് ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും നല്ലവണ്ണം കണ്ടുകൊണ്ട് ദൂതൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. സഭകൾക്കുള്ള ദൂതന്മാരെ, ഹല്ലേലൂയ. ഇവിടെ വന്ന് വിളച്ചില് കാണിച്ച് തോന്നിവാസവും പറഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ, വചന വ്യത്യാസവും കാണിച്ച് പോകൃതരവും പറഞ്ഞ് പാസ്റ്ററും തെറി പറഞ്ഞ് പോകുമ്പോ ഇവൻ ചോദിക്കണ്ട, ദൈവം വന്ന് സ്വർഗത്തിലല്ലേ? ഞാനിവിടെ പറഞ്ഞാൽ ഒരു കുഴപ്പമിടുന്ന, നിന്നിലിരിക്കുന്നത് വഞ്ചനയുടെ ആത്മാവ് മാത്രമല്ല, നീ വഞ്ചനയുടെ ആത്മാവിനാണ് സഭയ്ക്കകത്ത് വന്നത് എന്ന് ദൂതൻ സാക്ഷി. ദൈവദാസന്മാരോട് പറഞ്ഞത് ദൂതൻ സാക്ഷി. നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന കേട്ടോ. LTCക്കകത്ത് കാലി ചവിട്ടി വന്ന ഉപദേശം കേൾക്കാതെ സത്യം കേൾക്കണം മറുതലിച്ചു പോയ സകല കുടുംബങ്ങളെയും ഇവിടത്തെ ദൂതൻ സാക്ഷിയാണ്. റിപ്പോർട്ട് സ്വർഗത്തിലേക്ക് പോകും. കർത്താവിന്റെ ലെറ്റർ ഹെഡില്, സ്വർഗരാജ്യത്തിന്റെ ലെറ്റർ ഹെഡില് ഇവിടത്തെ റിപ്പോർട്ട് എഴുതി ദൂതൻ സൈൻ ചെയ്ത് കർത്താവിന്റെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യും. എത്രയോ കുടുംബങ്ങളുടെ അടിസ്ഥാന കല്ലിളകാനുള്ള റിപ്പോർട്ട് സ്വർഗത്തിൽ ഇരിക്കണമെന്ന് അറിയാവോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തമായി ഇടപെടും, ശക്തമായി ഇടപെടും, ശക്തമായി. ഓ സ്തോത്രം. ആ വാക്കിൽ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. അപ്പൊ ചിന്തിക്കാം, പാസ്റ്ററിനെ അങ്ങ് അവനെ അവന്റെ കുടുംബത്തെ അങ്ങ് നശിപ്പിച്ച് അവനെ കണ്ണുനീര് കുടിപ്പിച്ച് അവനെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞ് എന്നെ കുഴപ്പം നേടാൻ നിന്റെ പേര്, നിന്റെ കുടുംബ പേര്, നിന്റെ മക്കളുടെ പേര്, നിന്റെ അപ്പന്റെ അമ്മയുടെ എല്ലാം അവന്റെ റിപ്പോർട്ട് പോയിട്ടുണ്ടോ സ്വർഗത്തിലേക്ക്? മനസ്സിലായോ? നീ കളിച്ചോ, നിന്റെ പേര് സഹിതം. ഹല്ലേലൂയ. നിനക്കും വെച്ചിട്ടുണ്ടൊരു ദിവസം. ഇവിടെ ദൈവത്തിന്റെ ദൂതനാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ മരണത്തിന്റെ ദൂതൻ നിന്റെ പെരക്കത്ത് കയറി വരുന്നൊരു ദിവസം. മനസ്സിലാകുന്നുണ്ടോ? നീ നിലവിളിക്കും, ആരും ഉണ്ടാകില്ല. രണ്ടും ഒരുമിച്ച് കത്തും, ആര് കെടുത്തുവാൻ കാണത്തില്ല. വായിച്ചോ. കണ്ട, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ കണ്ടോ, കൃപാവരങ്ങൾ സഭയിൽ ഉപയോഗിച്ചു. ആത്മാക്കളെ വിവേചിച്ചപ്പോൾ ഇവൻ ദൈവത്തിന്റെ അപ്പോസ്തോലനല്ല, ക്രിസ്തുവിന്റെ അപ്പോസ്തോലനല്ല. ഇവൻ സ്വന്തം കള്ള അപ്പോസ്തോലനാണ്, കള്ള പ്രവാചകനാണെന്നുള്ളത് ആത്മാവിനെ വിവേചിച്ചപ്പോൾ ഗ്രഹിച്ചു എഫെസോസിലെ വിശുദ്ധന്മാർ. അത് തിരിച്ചറിഞ്ഞ് ഒരുങ്ങി നിന്നപ്പോൾ ഉപദ്രവം ഏൽക്കേണ്ടി വന്നു. ഇവിടെ ദൈവത്തിന്റെ ദൂതനെ ആക്കി വെച്ചു. ദൂതൻ സാക്ഷി. എഫെസോസിൽ കർത്താവ് അയച്ച ദൂതൻ സാക്ഷി. അങ്ങനെ എത്രയോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെല്ലാനിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, എത്രയോ റിപ്പോർട്ടുകൾ ചെല്ലാനിരിക്കുകയാണ്. LTCക്കകത്ത് വന്നവരുടെ മേലും ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. ഇന്ന് പകൽ നേരം
ഇവിടെ എഴുതപ്പെട്ട പല റിപ്പോർട്ടുകളുടെയും റിസൾട്ട് വരാനിരിക്കുകയാണ്. പല റിപ്പോർട്ടുകളുടെ റിസൾട്ട് വരുവാനിരിക്കുന്ന ഈ ദേശത്തോടുള്ള റിപ്പോർട്ട് വരുവാനിരിക്കുകയാണ്. ഇതിന്റെ കീഴിൽ എന്റെ ആണെന്ന് പറഞ്ഞവന്റെ എല്ലാം റിപ്പോർട്ട് വരുവാനിരിക്കുക. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. വായിച്ചോ? വേഗം വായിച്ചു. കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. കണ്ടോ, തളർത്തി കളയാനാകട്ടോ പോരാടിയത്, തളർത്തി കളയാനാ പോരാടിയത്. എന്നാൽ കർത്താവ് ഇത് കണ്ടു, ദൂതൻ ഇത് കണ്ടു, ദൂതൻ ഇത് കണ്ടു. നമ്മൾ തളർന്നാൽ നമ്മളെ തളർത്താൻ സംസാരിച്ച വാക്കുകൾ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം ദൂതൻ കണ്ടോണ്ടായിരുന്നേ. ഇവൻ കണ്ടില്ലല്ലോ. ഇവൻ അവിടെ ഇവിടെ പോയി നേർച്ചയിടും, മന്ത്രവാദിയും കണ്ടതൊക്കെയാണ് അവൻ മനസ്സിലാക്കിയത്. ഇതൊക്കെ കണ്ടോണ്ട് ദൈവത്തിന്റെ ദൂതൻ ഇവിടെ ഉണ്ടായി. മനസ്സിലായോ? ഇന്ന് പകൽ നേരം ഇതൊരു നിയോഗത്തോടുകൂടെ വിളിച്ചു പറയുകയാണ്. റിപ്പോർട്ട് സബ്മിറ്റായി, റിസൾട്ട് വരാറായി. നമ്മുടെ തലകളെ ഉയർത്തുക, നമ്മൾ കാണുവാനിരിക്കുകയാണ്. ഇസഹാക്ക് വരുമ്പോൾ സോദോം അവിടെ കാണരുത്. 25 വർഷമായി അബ്രഹാമിന്റെ ഭവനത്തിൽ കയറിയ ഭാരം ഇറക്കി വെക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്നീ വചനങ്ങൾ ആ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയുടെ വ്യാപാരം ഇവിടെ ഉള്ളതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്തന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇനി കേട്ട വചനത്തെ വഹിച്ചു നമുക്ക്